നമസ്കാരം. മലയാള സിനിമയിൽ സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ ഹിറ്റ് ചിത്രങ്ങളിൽ ഒന്നാണ് ഉണ്ണി മുകുന്ദൻ നായകനായ മാർക്കോ. വയലൻസിന്റെ അതിപ്രസരമുള്ള ചിത്രം ഉണ്ണിയുടെ സിനിമാ കരിയറിലെ വഴിത്തിരിവായ ചിത്രമായാണ് കണക്കാക്കുന്നത്. ഈ സിനിമയോടെ പാൻ ഇന്ത്യൻ ഇമേജുള്ള നടനായി ഉണ്ണി മാറിയിട്ടുണ്ട്. ഇതിനിടെയാണ് ഇപ്പോൾ ഉണ്ണിക്കെതിരെ മാനേജർ എന്ന് അവകാശപ്പെട്ട് വിപിൻ കുമാർ എന്നയാൾ പോലീസിൽ പരാതിയുമായി രംഗത്ത് വന്നത്. ഉണ്ണി തന്നെ ക്രൂരമായി മർദ്ദിച്ചു എന്ന ആരോപണമാണ് വിപിൻ പോലീസിൽ നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. ടൊവിനോ തോമസിന്റെ നരിവേട്ട സിനിമയെ പ്രൊമോട്ട് ചെയ്തു എന്നതിന്റെ കാരണം കൊണ്ടാണ് മർദ്ദിച്ചതെന്നാണ് ഇയാൾ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ ഉണ്ണി മുകുന്ദനെതിരെ വിപിൻ ഉയർത്തിയ വാദങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്നാണ് നടനുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. പരാതിക്കാരൻ ആരോപിക്കുന്നത് പോലെയല്ല കാര്യങ്ങളെന്നും അടിസ്ഥാനരഹിതമായ പരാതിയാണ് ഉണ്ണിക്കെതിരെ ഉയർന്നതെന്നുമാണ് ലഭ്യമാകുന്ന വിവരം. ഒന്നാമതായി, പരാതിക്കാരൻ ആരോപിക്കുന്നത് പോലെ ഉണ്ണി മുകുന്ദന്റെ മാനേജർ അല്ല വിപിൻ. മലയാളത്തിലെ നിരവധി സിനിമകളുടെ സോഷ്യൽ മീഡിയ പ്രൊമോട്ടറാണ് വിപിൻ. ഉണ്ണിയെ കൂടാതെ പൃഥ്വിരാജ്, ടൊവിനോ തുടങ്ങിയ യുവതാരങ്ങളുടെ എല്ലാം സോഷ്യൽ മീഡിയ പ്രൊമോഷനാണ് ഇയാൾ ചെയ്യുന്നത്. ഉണ്ണിയുടെ മാർക്കോയിലെ അടക്കം പ്രൊമോഷൻ ചെയ്തിരുന്നത് വിപിനാണ്. നരിവേട്ട സിനിമയുടെ പ്രൊമോഷന്റെ പേരിലാണ് തർക്കം ഉണ്ടായതെന്ന ആരോപണം അപ്പാടെ നിഷേധിക്കുകയാണ് ഉണ്ണിയുമായി അടുപ്പമുള്ളവർ. ടൊവിനോയും ഉണ്ണിയും തമ്മിൽ അടുത്ത സുഹൃത്തുക്കളാണ്. ഈ വിഷയത്തിൽ പരാതിയുമായി വിപിൻ പോലീസിൽ സംസാരിച്ച ശേഷവും ഇരുവരും തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. അനാവശ്യമായി തന്റെ പേര് വലിച്ചിഴച്ചു എന്ന വികാരമാണ് ടൊവിനോയ്ക്ക് ഈ വിഷയത്തിലുള്ളത്. വിപിൻ ഇല്ലാത്ത കഥ മെനയുകയാണ് ചെയ്യുന്നതെന്നാണ് ഉണ്ണിയുമായി ബന്ധപ്പെട്ടവർ വ്യക്തമാക്കുന്നത്. മാർക്കോ സിനിമയുടെ സോഷ്യൽ മീഡിയ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടാണ് ഇരുവർക്കുമിടയിൽ തർക്കം ഉടലെടുത്തത്. വിപിനൊപ്പം മറ്റൊരു യുവതിയുമായിരുന്നു സിനിമയുടെ പ്രൊമോഷൻ ചെയ്തിരുന്നത്. ഇവർക്കിടയിൽ ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും നിലനിന്നിരുന്നു. ഇതിനിടെ യുവതിയോട് ഉണ്ണിക്കെതിരെ വിപിൻ ചില മോശം പരാമർശങ്ങൾ നടത്തിയിരുന്നു. ഇതിൽ പ്രതികരിച്ച യുവതിയോട് മോശം പെരുമാറ്റം ഉണ്ടാക്കുകയും ചെയ്തു. ഇതേക്കുറിച്ച് ഉണ്ണി വിളിച്ചു ചോദിച്ചപ്പോൾ ആക്ഷേപങ്ങൾ വിപിൻ നിഷേധിക്കുകയാണ് ചെയ്തത്. ഇതിനുശേഷം പല കേന്ദ്രങ്ങളിലും ഉണ്ണിക്കെതിരെ വിപിൻ പലതും പറഞ്ഞു നടന്നു. പിന്നീട് സംവിധായകൻ വിഷ്ണു ഉണ്ണിത്താനോടും ഉണ്ണിയെക്കുറിച്ച് മോശം അഭിപ്രായം പറഞ്ഞതായി അറിഞ്ഞു. ഇങ്ങനെ ചില തർക്കങ്ങൾ നിലനിൽക്കവെയാണ് എറണാകുളത്ത് എത്തിയപ്പോൾ ഉണ്ണിയുടെ താമസ സ്ഥലമായ കാക്കനാട് DLF ന്യൂട്ടൺ ഹൈറ്റ്സ് എന്ന ഫ്ളാറ്റിന്റെ 1ാം നിലയിലുള്ള പാർക്കിംഗ് സ്ഥലത്തേക്ക് വിപിൻ എത്തിയത്. തർക്ക വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കവേ വിപിൻ കൂളിംഗ് ഗ്ലാസ് ധരിച്ചിരുന്നു. ഇത് ഊരി സംസാരിക്കണമെന്ന് ഉണ്ണി ആവശ്യപ്പെട്ടെങ്കിലും ഇയാൾ വഴങ്ങിയില്ല. ഇത് തർക്കങ്ങൾ വഷളാക്കുകയും ചെയ്തു. ഈ സമയത്ത് ഫ്ളാറ്റിലെ മറ്റൊരു താമസക്കാരനായ വിഷ്ണു ഉണ്ണിത്താനും സ്ഥലത്തുണ്ടായിരുന്നു. അപ്പോഴത്തെ തർക്കം രൂക്ഷമായി. ദേഷ്യത്തിൽ വിപിൻ ധരിച്ചിരുന്ന കൂളിംഗ് ഗ്ലാസ് ഉണ്ണി ഊരിയെടുത്തു. ഇതിനിടെ ഗ്ലാസ് താഴെ വീണ് പൊട്ടുകയും ചെയ്തുവെന്ന് ഉണ്ണിയുമായി അടുപ്പമുള്ളവർ പറയുന്നു. ഈ കൂളിംഗ് ഗ്ലാസ് ടൊവിനോ ഗിഫ്റ്റ് നൽകിയതാണെന്ന് അറിഞ്ഞുകൊണ്ട് ഉണ്ണി പൊട്ടിച്ചു എന്ന ആരോപണത്തിന് അടിസ്ഥാനമില്ലെന്നുമാണ് വിശദീകരണം. വിപിനെ മർദ്ദിച്ചു എന്ന ആരോപണത്തിന് അടിസ്ഥാനം ഇല്ലാത്തതാണ്. ഒറ്റ ചങ്ങാതിമാരായ ടൊവിനോയും ഉണ്ണി മുകുന്ദനും തർക്കം വന്ന് വരുത്തി തീർക്കാനാണ് അടിപിടി കേസിന്റെ കഥയുമായി രംഗത്ത് വന്നതെന്നും ഉണ്ണിയുമായി അടുപ്പമുള്ളവർ വ്യക്തമാക്കി. തർക്കം നടന്നു വന്നത് ശരിയാണ്. വിപിന്റെ വാദങ്ങൾ വസ്തുതയല്ലെന്ന് വ്യക്തമാക്കുന്ന CCTV ദൃശ്യങ്ങൾ ലഭ്യമാണ്. കൂടാതെ സാക്ഷികളുമുണ്ടെന്ന് ഉണ്ണി മുകുന്ദനുമായി ബന്ധമുള്ളവർ വ്യക്തമാക്കി.